ന്യൂസ് പേപ്പർ പറഞ്ഞാലേ 2K കിഡ്സിൻ്റെ വെള്ളയാട്ടാണ്. രാസലഹരി, കൊലപാതകം, കത്തിക്കുത്ത് എന്ന് വേണ്ട ഫുള്ള് നെഗറ്റീവും വയലൻസ് വാർത്തകളാണ് കേട്ടാ. നമ്മുടെ ഈ തലമുറയ്ക്ക് എന്തു പറ്റി? അപ്പം ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ടേ നമുക്കൊരു റൈഡ് പോവാം. അതൊക്കെയാണ് 90 കിഡ്സിൻ്റെ ലഹരി. ഞാനടങ്ങുന്ന 90സിൻ്റെ കാര്യം ഞാൻ ഓർത്തു പോയി. ചോദിച്ചത് കിട്ടിയില്ലെങ്കിലും കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെട്ട കാലം. ചിലപ്പോൾ ഒരു കാര്യത്തിന് 100 പ്രാവശ്യം ചോദിക്കേണ്ടി വരും. അങ്ങനെയാണ് ആ ഒരു ആഗ്രഹം നമുക്ക് സാധിച്ചു കിട്ടുക. കൊല്ലാനും കൊല്ലവിളിക്കാനും ഒന്നുമില്ല, വരുന്നിടത്ത് വെച്ച് കാണാം. ഇപ്പോഴും പെണ്ണും കിട്ടാതെ സൈക്കിളിൽ ഇങ്ങനെ റൈഡും ചെയ്ത് കിട്ടാവുന്ന സ്ഥലങ്ങളും പറ്റാവുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി എക്സ്പ്ലോർ ചെയ്ത് സുഖമായിട്ട് ജീവിക്കുക. ശാന്തി, സമാധാനം, അതാണ് മെയിൻ. 2K കിഡ്സിനെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവരിങ്ങനെ ആയതിൽ നമ്മളുൾപ്പെടെയുള്ള സമൂഹത്തിനും കൂടി പങ്കുണ്ട്. സിനിമയും റീൽസും ഒന്നുമല്ല യഥാർത്ഥ ജീവിതം അല്ലെങ്കിൽ ലഹരി. അതിനപ്പുറമാണ് ജീവിതമെന്ന് തിരുത്തി കൊടുക്കേണ്ടതുണ്ട്. ജീവിതം തന്നെയാണ് വലിയ ലഹരി. നമ്മൾ ഈ കൊച്ചു ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് കുറഞ്ഞ കാലത്തേക്ക് മാത്രമായിട്ടാണ്. പറ്റാവുന്ന സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്തും പരസ്പരം സ്നേഹിച്ചും നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പോൾ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടാ. അപ്പോൾ ഇന്ന് നല്ലൊരു സൂര്യോദയം പ്രതീക്ഷിച്ചിട്ടാണ് വന്നുള്ളത്. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് കാണാം. ഇതെന്താണ് സംഭവം? ഇത് വെള്ളം പമ്പ് ചെയ്യാനുള്ള മോട്ടറും കാര്യങ്ങളൊക്കെ എന്ന് തോന്നുന്നു. ഇപ്പം ഇന്ന് ഒരു മോർണിംഗ് റൈഡിന് ഇറങ്ങിയതാണ്. അപ്പോൾ മണലൂരുള്ള ആനമാവ് കെട്ടിൻ്റെ അവിടെ കേട്ടാണ് ഇന്നത്തെ നമ്മുടെ സൈക്ലിംഗ് ആയിരുന്നത്. അപ്പോൾ നല്ലൊരു സൂര്യോദയം കണ്ടിട്ടാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഒരു കൃത്യമായിട്ടൊരു ബണ്ട് നിർമ്മിച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് നിന്നിട്ട് അതിൽ കൂടെ നടന്നുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും തോന്നുന്നു. നോക്കിക്കേ, അത്ര ബ്യൂട്ടിഫുള്ളാന്ന് നോക്കിയേ. വേണ്ട, അവിടേക്ക് ഒരു വഞ്ചി എടുക്കുന്നുണ്ട് കേട്ടോ, 3 ഉദിച്ചു വരുന്ന സൂര്യൻ്റെ പ്രകാശം നമ്മുടെ മേലിൽ തട്ടാൻ ചെയ്യുക, അത് നമുക്കൊരു പ്രത്യേക പോസിറ്റീവ് എനർജി ആട്ടാ. നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റീഫ്രഷ് ചെയ്ത് നമ്മളൊരു വേറെ ലെവലിലേക്ക് കൊണ്ടുപോകും. അതിങ്ങനെ അതാ കണ്ട നോക്കി. അപ്പോഴേ ഈ ഉദിച്ചു വരുന്ന സൂര്യനെ നോക്കിയിട്ട് ഒന്ന് പുഞ്ചിരിച്ച് ഒരു ബ്രീത്ത് എക്സസൈസൊക്കെ ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ, നമ്മുടെ മൈൻഡൊക്കെയും ഒരു വേറെ ലെവലിലേക്ക് പോകും. ഒരു പ്രത്യേക എനർജി ആയിരിക്കും നമുക്ക് അന്നത്തെ ദിവസം ഉണ്ടാകും. പിന്നെ എനിക്ക് വളരെ സന്തോഷത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. കാരണം ഇങ്ങനെ വന്ന് ഒരു മോർണിംഗിൽ വന്ന് ഒരു സൂര്യോദയം കണ്ട്, അതും ഒരു നല്ല വൈബ് സ്ഥലം. അപ്പം എല്ലാവരും ഇങ്ങനത്തെ സ്ഥലങ്ങളിലേക്കും പോയിട്ട് ഒരു സൂര്യോദയമോ അല്ലെങ്കിൽ സൂര്യാസ്തമയോ ഒക്കെ കാണാൻ ചെയ്യുക നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ സംഭവിക്കണ്ട, അത് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് തിരിച്ചിട്ട് നമ്മുടെ സൈക്കിളിൻ്റെ ആ ഭാഗത്തേക്ക് പോവാം.
തീക്കുറുക്ക് അവിടെ ഒറ്റപ്പെട്ടിട്ട് നിൽക്കാട്ടാ. അവനങ്ങനെ ഒറ്റക്കിട്ടിട്ട് പോകാൻ പറ്റില്ല. ഞാൻ ലോക്ക് ചെയ്യാനും മറന്നുപോയി. സൂര്യോദയം പോലെ തന്നെ മനോഹരമാണ് പുഞ്ചിരിച്ച് നിൽക്കുന്ന ഈ പൂക്കൾ. ഏതാനും പൂക്കൾ പറിച്ചെടുത്ത് ഞാൻ എൻ്റെ സാൻഡയ്ക്ക് നൽകുന്നുണ്ട്. എന്താ കഴിക്കാനുള്ളത്?